DNA ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുന്നു. ആരോഗ്യവേദിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അസോസിയേറ്റ് പ്രൊഫസറും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സർജറി ട്രിവാൻഡ്രം ആയുർവേദ കോളേജിലെ ഡോക്ടർ രമ്യ രഞ്ജിത്താണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ഡോക്ടർ? ശരിക്കും ആയുർവേദത്തിൽ ശല്യതന്ത്രം എന്ന് പറയും. അപ്പോൾ ശല്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ലാംഗ്വേജിൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു എന്ത് പ്രവൃത്തിയും നമ്മൾ ശല്യം എന്ന് പറയും. അപ്പോൾ അത് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന ഏതൊരു ശല്യത്തിനെയും മാറ്റാൻ കഴിവുള്ള ഒരു ശാസ്ത്രം. അതായത് ആയുർവേദത്തിൽ അഷ്ടാംഗങ്ങളുണ്ട്, 8 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് മാത്രമാണ് ഈ ശല്യതന്ത്രം. അപ്പോൾ അതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശല്യതന്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിനായാലും ശരീരത്തിനായാലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തിനേയും മാറ്റാൻ പറ്റുന്ന ഔഷധങ്ങൾ പ്രയോഗിക്കുന്ന ഒരു ഫീൽഡ്. അപ്പം അതിലേറ്റവും കൂടുതൽ ശല്യതന്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് സർജറിയാണ് ഉൾപ്പെടുന്നത്. സർജറി മാത്രമല്ല, മർമ്മശാസ്ത്രമുണ്ട്, അതായത് ഓർത്തോപീഡിക്സും സർജറിയും കൂടെ ഉൾപ്പെടുന്നതാണ് ശല്യതന്ത്രം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകാറുണ്ട്, സർജറി എന്ന് പറയുമ്പോൾ ആയുർവേദമായിട്ട് സർജറിക്ക് എന്ത് ബന്ധമാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? തീർച്ചയായിട്ടും അത് തന്നെ പറയണം. കാരണം പലപ്പോഴും ആൾക്കാർ ആദ്യമായിട്ട് ഇത് പറയുമ്പോൾ തന്നെ, ഇതിന് സർജറി ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ആയുർവേദത്തിൽ സർജറി ഉണ്ടോ? ഞങ്ങൾ സർജറി പേടിച്ചിട്ടാണ് ആയുർവേദത്തിൽ വരണത് തന്നെ. അപ്പോൾ ഇതിനകത്ത് സർജറി ഉണ്ടോ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത്, സർജറി അല്ലെങ്കിൽ ശസ്ത്രകർമ്മം ആദ്യമായിട്ട് തുടങ്ങിയത് തന്നെ ആയുർവേദത്തിലാണ്. അത് ഇപ്പോഴൊന്നും അല്ല. ഇപ്പം മോഡേൺ സർജറി എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു 25 ഇയേഴ്സോ അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സോ ഉള്ള ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ആയുർവേദത്തിലെ സുശ്രുതാചാര്യനാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സർജറി എന്ന് തന്നെ പറയണം. ഇപ്പം കണ്ടംപററി സയൻസിലായാലും ഫാദർ ഓഫ് സർജറി എന്ന് പറയുമ്പോൾ എല്ലാവരും സുശ്രുതനാണ് പറയണത്. അത് ആയുർവേദ ഡോക്ടേഴ്സ് എന്നില്ല, അലോപ്പതി ഇല്ല, ഹോമിയോ ഇല്ല, എല്ലാവരും ഒരാളെ തന്നെയാണ്. നമ്മളിപ്പോൾ വെറുതെ ഒരാളെ അച്ഛനെന്ന് വിളിക്കില്ലല്ലോ, ഫാദർ എന്ന് വിളിക്കില്ല. അപ്പോൾ അത്രയും ഒരു ബേസിക് ഒരു സർജിക്കൽ യൂണിറ്റിന് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ തൊട്ട് വളരെ വിശദമായിട്ട് ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു സംഹിത തന്നെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് സുശ്രുതാചാര്യൻ. അത് ശല്യതന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഫാദർ ഓഫ് ശല്യതന്ത്രമാണ്, ഫാദർ ഓഫ് ഇന്ത്യൻ സർജറി തന്നെയാണ്. ഇപ്പോൾ ഫാദർ ഓഫ് വേൾഡ് സർജറി എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലൊക്കെ പോയാൽ സർജിക്കൽ സെൻറ്റേഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം സുശ്രുതാചാര്യൻ്റെ പ്രതിമയോ ഫോട്ടോസോ ഒക്കെ. അതെ. അപ്പം നമ്മൾ സുശ്രുതാചാര്യന് കൊടുക്കണ റെസ്പെക്റ്റേക്കാട്ട് എനിക്ക് തോന്നാറുണ്ട് ഫോറിനേഴ്സ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു സർജിക്കൽ പേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ സർജറി നമുക്ക് അറിയാം, എല്ലാ പ്രൊസീജിയറും വളരെ, കാരണം നമ്മൾ ഒരു ലിവിങ് ബോഡിയെയാണ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ പ്രീ ഓപ്പറേറ്റീവ് ആയാലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയാലും വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആചാര്യനാണ്. ഈവൻ ഈ പ്രസൻറ്റ് സിനാരിയോയിൽ തന്നെ നോക്കിയാലും എല്ലാ സർജറിയും, ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി, എസ്തെറ്റിക് സർജറി, അതായത് പ്ലാസ്റ്റിക് സർജറി, ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ സുശ്രുത സംഹിതയിൽ സുശ്രുതാചാര്യനാണ്. പക്ഷെ അതിനെന്തോ എവിടെയോ ഒരു പോരായ്മ വന്നു, അല്ലെങ്കിൽ ഒരു ഫോൾ വന്നു. നമുക്ക് ഒരുപാട് പ്രചാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മോഡേൺ സയൻസ് വന്നപ്പോഴത്തേന് മോഡേൺ സയൻസ് ടെക്നോളജി ഡെവലപ്ഡായി. നമ്മുടെ ടെക്നോളജി എവിടെയോ അങ്ങ് സ്റ്റാഗ്നൻ്റ് ആയി. അത് കൊണ്ടുപോകാൻ ആൾക്കാരില്ലാതായി. ഒരു ആയുർവേദിക് സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പെയിൻ കില്ലേഴ്സ്, അല്ലെങ്കിൽ പെയിൻ ഇല്ലാതാക്കിയിട്ട് വേണം നമുക്കൊരു പ്രൊസീജിയർ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഇതിലുള്ള ആൾക്കാരുടെ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദിക് പെയിൻ കില്ലറോ അനസ്തെറ്റിക് മെറ്റീരിയലോ ഇല്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന എനോറക്ടൽ സർജറീസ് മാത്രമാണ്. അതിൽ മാത്രം ഒതുങ്ങിക്കൂടാനുള്ളൊരു മെയിൻ കാരണം ഈ പെയിൻ കില്ലേഴ്സിൻ്റെ അഭാവം, അല്ലെങ്കിൽ അനസ്തെറ്റിക് മെറ്റീരിയൽസിൻ്റെ അഭാവം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ
നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാ സർജറിയും ഇപ്പം സുശ്രുത സംഹിത വായിച്ചൊരാൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ആയുർവേദിക് സൊസൈറ്റിയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അവർക്കറിയാം. പക്ഷെ സാധാരണക്കാരിൽ എത്തിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും, ആ ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ചെറിയ സർജറി തൊട്ട് ഇപ്പം ചെയ്യുന്ന മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള സർജറി വരെ അന്നത്തെ കാലത്ത് സുശ്രുതാചാര്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈന്യൂട്ട് സർജറി വരെ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ ആയുർവേദത്തിൽ പറയും അശ്വിനി കുമാരങ്ങളാണ് ഏറ്റവും ആദ്യം ഉണ്ടായ ഭിഷഗ്വരന്മാർ. അതായത് ലോകത്തിൽ തന്നെ ആദ്യം ഉണ്ടായ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന അശ്വിനി, മിത്തോളജി ആയിരിക്കാം, എന്നാലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അതിങ്ങനെ വായിക്കാൻ കിട്ടും. അങ്ങനെയാണ് അശ്വിനി കുമാരന്മാർ ഗണപതിയുടെ പിന്നെ തല പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഗണപതി ആനയുടെ തല ഗണപതിക്ക് വെച്ചത്. അപ്പോൾ ഇതെല്ലാം അശ്വിനി കുമാരന്മാരാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ ഒരു ഹിസ്റ്ററി നമുക്ക് ആയുർവേദത്തിലുണ്ട്. അറൗണ്ട് 3500 BC-യിലാണ് സുശ്രുതാചാര്യൻ ജീവിച്ചിരുന്നത്. അപ്പം അന്ന് തൊട്ടേ സർജറി ഉണ്ട്. അത് ആദ്യം ഉണ്ടായത് ശല്യതന്ത്രത്തിലാണ്, അത് ആയുർവേദമാണ്. വലിയൊരു തെറ്റിദ്ധാരണ മാറ്റാൻ ഡോക്ടറെ വിശദീകരണങ്ങൾ സഹായിച്ചു. കാരണം എനിക്കുൾപ്പെടെ അങ്ങനെ ഒരു ജനകമായ ഒരു ചിന്ത ഉണ്ടായിരുന്നു, സർജറി എങ്ങനെയാണ് ആയുർവേദത്തിൽ പ്രാപ്തമാക്കാൻ കഴിയുന്നത് എന്നുള്ളത്. ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് എനിക്ക് അതെ ശല്യതന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ശല്യതന്ത്രത്തിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ഓർത്തോപീഡിക്സും ഒന്ന് അത് പറയുമ്പം സാധാരണക്കാർ ഇതും അറിയില്ല. ആയുർവേദത്തിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ കുട്ടികളെ കാണിക്കണമെങ്കിൽ ഏതൊരു സാധാരണക്കാരനും അറിയാം ഒരു പീഡിയാട്രീഷ്യനെ കാണണമെന്ന്. പക്ഷെ ആയുർവേദത്തിലും ഇതുപോലെ ഡിവിഷൻസ് ഉണ്ട്. അപ്പം ആയുർവേദ ഡോക്ടറെ കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ കാണും. അവർക്കറിയില്ല ഇതിനകത്ത് സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്ന്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ അഷ്ടാംഗങ്ങൾ 8 ബ്രാഞ്ചസ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ ഓർത്തോപീഡിക്സും സർജറിയും. അതാണ് ശല്യതന്ത്രം ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത വിഭാഗം. അതുപോലെ തന്നെ കൗമാരവൃത്യം പീഡിയാട്രി ഉണ്ട്, കായചികിത്സ ജനറൽ മെഡിസിൻ ഉണ്ട്. അങ്ങനെ ഓരോന്നിനും പഞ്ചകർമ്മ ഉണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് പറയുമ്പം ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒഴിച്ചില് പിഴിച്ചില് അത് മാത്രമേ. അത് വലിയൊരു ശാസ്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പഞ്ചകർമ്മം. ഇതുപോലെ ആയുർവേദത്തിന്റെ ഡെഫിനിഷൻ തന്നെ ആയുസിന്റെ ശാസ്ത്രം അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഡോക്ടർ, ഇപ്പം പല ആൾക്കാരും ഇപ്പം എൻ്റെ റീജിയനിലുള്ള പല അസുഖങ്ങളും പുറത്ത് പറയാൻ കുറച്ച് നാണക്കേടും കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന, പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെയാണ്. അപ്പോൾ അവരത് കുറേ ഒളിച്ചു വെക്കാറുണ്ട്. ശരിക്കും ഈ ഏനൽ റീജിയനിൽ ഉണ്ടാകുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് മലദ്വാര പേശികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, അത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? പൈൽസ് നമുക്കറിയും, പിന്നെ ഏനോറെക്ടൽ ആദ്യം പറഞ്ഞത് ഞാൻ കുറച്ച് പറയേണ്ടി വരും, കാരണം പൊതുജനങ്ങൾക്ക് അത് അറിയേണ്ട അത്യാവശ്യമുണ്ട്. കാരണം ഒരുപാട് പേര് കോംപ്ലിക്കേറ്റഡ് ആയിട്ടേ നമ്മുടെ അടുത്ത് വരുള്ളൂ. അത് നാണക്കേട് എന്ന് പറയുന്നത്, അത് നാണക്കേടാണ് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഒരു സർജൻ എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലായിടത്തും പുരുഷന്മാരായിരിക്കും. അപ്പോൾ ഒരു പുരുഷ സർജനെ പോയി കാണാനുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ കുറച്ച് വിഭാഗക്കാർക്ക് അവർക്ക് എന്തെങ്കിലും വലിയ ഭയാനകമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മലം പോകുമ്പോൾ രക്തം പോയാൽ ചിലപ്പോൾ അത് ക്യാൻസർ ആവുമോ, അങ്ങനെയുള്ള ഭീതി ഉണ്ടാവും. അങ്ങനെ ഒരുപാട് എനിക്ക് കാശ് നഷ്ടപ്പെടുമോ, എൻ്റെ കുടുംബത്തിന് ഞാൻ വലിയ ബാധ്യതയാവുമോ, എല്ലാവരും എന്നെ അവഗണിക്കുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചോദിച്ചറിയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. ഒരു ഏജ് കഴിഞ്ഞ അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകളെ ഞാൻ വിചാരിച്ചു അത് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, അസുഖം ചികിത്സിക്കാതെ. പിന്നെ എൻ്റെ തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഡോക്ടറെ കാണാൻ വന്നത്. അങ്ങനെ വലിയ എന്തെങ്കിലും അസുഖമാണെങ്കിൽ ആരോടും പറയണ്ട. അപ്പം ഇങ്ങനെ വന്ന ഒരുപാട് നമുക്ക് പേഷ്യൻസ് വരാറുണ്ട് സ്ത്രീകൾ. ഈ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഡോക്ടർ? ഇതിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. പൊതുവേ ആർക്കായാലും അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഒരു 80% അസുഖങ്ങളും വൈറലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പം അർഷസിൻ്റെ ഇപ്പം അതിലുണ്ട് മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഒരു 80% ആൾക്കാർക്കും ഈ പറയുന്ന പൈൽസ്, ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്ന അസുഖങ്ങൾ ആണ് കൂടുതലും. എന്നിരുന്നാലും വേറെയും ഫിസ്റ്റുല ഉണ്ടാവാം, ഫിഷർ ഉണ്ടാവാം, അല്ലെങ്കിൽ സെന്റിനൽ ടാഗ് ഇൻഫെക്റ്റഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ പൈലോണൈഡൽ സൈനസ്, ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട്. ഇത് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ പേഷ്യൻറ്റിന് ഇത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവും? അതുകൊണ്ടാണ് എന്തെങ്കിലും ഇത്തരം ഒരു സ്ഥലത്തുണ്ടാവുന്ന പ്രശ്നം ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ കൂടി നിന്നാൽ എന്ത് ലക്ഷണങ്ങളാണ്? ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും ചിലപ്പോൾ വേദന ഇല്ലാതെ ബ്ലീഡിങ് ഉണ്ടാവാം, ചിലപ്പോൾ വേദനയോടുകൂടി ബ്ലീഡിങ് ഉണ്ടാവാം, വേദന ഇല്ലാതെ വെറുതെ ഒരു മാസ് പോലെ പ്രൊട്രൂഡ് ചെയ്യാം, ചിലപ്പോൾ മലം പോകുമ്പം പ്രൊട്രൂഡ് ചെയ്തിട്ട് മലം പോയി കഴിയുമ്പോൾ അത് തിരിച്ച് കയറിപ്പോവും.
ഇങ്ങനെയുള്ള പല വ്യാധികളും, അല്ലെങ്കിൽ അവിടെ ഒരു വീർപ്പ്, തടിപ്പ്, പിന്നെ തൊടുമ്പോൾ ഭയങ്കര വേദന, ഇരിക്കുമ്പോൾ വേദന, അല്ലാത്തപ്പോൾ വേദനയില്ല, ഇങ്ങനെ പല രീതിയിലുമാണ് പേഷ്യൻ്റ് അത് നമ്മളെ ഇതാക്കുന്നത്. പക്ഷേ ഹെമറോയിഡിന് കാരണമായി തീരുന്നത് തീർച്ചയായിട്ടും ജീവിതശൈലി, ആഹാരവും വിഹാരവും. ഭക്ഷണം ഒരു വലിയ തോതിൽ അതിന് ഒരു കാരണം തന്നെയാണ്. അതിനോടൊപ്പം നമ്മളുടെ വിഹാരങ്ങൾ, ഇപ്പം ഒരു എന്തൊക്കെ ആഹാരങ്ങൾ പറയുമ്പോഴും ഇതിനെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഏത് ടൈപ്പ് ആഹാരങ്ങളാണ്? അതെ, അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് മലബന്ധം ഉണ്ടാക്കുന്ന ആഹാരം. ഇപ്പോൾ ഒരാൾക്ക് ഇനിയിപ്പം പഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഒരാളുടെ പ്രകൃതിയാണത്. ഇപ്പം നമ്മൾ പറയും ഒരു പാളയന്തോടം പഴം കഴിച്ചാൽ എനിക്ക് നല്ലോണം പോകുന്നു, പക്ഷെ അത് കേട്ടിട്ട് അടുത്തയാൾ കഴിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് അസിഡിറ്റി ആയിരിക്കും ഉണ്ടാവുക, മലം പോകണമെന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ തന്നെ പഠിക്കുക. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഏതൊക്കെ ഭക്ഷണമാണ് നമുക്ക് ചെല്ലുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഒരു പപ്പടം കഴിച്ചാലായിരിക്കും അന്നത്തെ ദിവസം നമുക്ക് മോഷൻ പോകാൻ ബുദ്ധിമുട്ട്. അങ്ങനെ 2-3 ദിവസം പിന്നെ കണ്ടിന്യൂസ് ആകുമ്പോൾ അവിടെ ഫിഷർ വരും. ഫിഷറും മൂലക്കുറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫിഷർ ഒരു ചെറിയ അൾസറേഷനാണ്. അവിടെ മലദ്വാരത്തിൻ്റെ സമീപം ആ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. 2-3 ദിവസം നല്ലോണം മോഷൻ കട്ടിയായിട്ട് പോകുന്നവർക്ക് അവിടെ പൊട്ടി രക്തസ്രാവം ഉണ്ടാവും. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് നമ്മൾ പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ഒരു അൾസർ പോലെ അല്ലെങ്കിൽ തൊലി പോയതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുൾ കോൺസെൻട്രേഷനും അവിടെ ആയിരിക്കും, ഭയങ്കര പെയിൻഫുള്ളും ആയിരിക്കും. ഇതെങ്ങനെ തിരിച്ചറിയും ഡോക്ടർ? നമ്മൾക്ക് ഒരാൾക്ക് പൈൽസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഫിസ്റ്റുല ഉണ്ട്, അതെ അതെ, എങ്ങനെ തിരിച്ചറിയാൻ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു പേഷ്യൻ്റ് നമ്മളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അല്ലാതെ നമ്മൾ പൈൽസ് എന്ന് പറഞ്ഞ ഉടനെ പ്രിസ്ക്രൈബ് ചെയ്യരുത് മെഡിസിൻ. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇതിനെ വിദഗ്ധമായി പരിശോധിച്ചിട്ട് മരുന്ന് എഴുതാറുള്ളൂ. അങ്ങനെ പലർക്കും ബുദ്ധിമുട്ടുണ്ടായി നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതൊരു അസുഖം പറഞ്ഞാലും നമ്മൾ പെർറെക്റ്റൽ എക്സാമിനേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് പെർറെക്റ്റലി നമ്മൾ ചില ഉപകരണങ്ങൾ വെച്ചിട്ട് പരിശോധിക്കും. അപ്പോൾ പുറമേ ആയാലും അകത്തായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ഫിഷറാണോ അല്ലെങ്കിൽ അത് വെറുതെ ഒരു സ്കിൻ ടാഗ് ആണോ. ഈ ഫിഷറും ഫിസ്റ്റുലയും തമ്മിലുള്ള എന്താണ് വ്യത്യാസം? ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ക്രോണിക് ആണ് കുറച്ചും കൂടെ. അതായത് അത് 1-2 പൈൽസ് അല്ല, അത് 1-2 ദിവസം കൊണ്ടുണ്ടാവുന്ന സംഭവമല്ല ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഫിഷർ വന്നിട്ട്, അതായത് അവിടെ ഒരു വ്രണം വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും അവിടെ മലം കട്ടിയായി പോയി അത് ഇൻഫെക്റ്റഡ് ആയിട്ട് ഒരു ചെറിയ മൂക്കുരു പോലെ പുറമേ കാണും. അതിൽ കൂടെ പഴുപ്പും രക്തവും വരും. അത് മലദ്വാരത്തിനകത്ത് പുറമേ ഉള്ള ഒരു തൊലി ഭാഗത്തായിരിക്കും ഇത് വരിക. അതിന് വേറൊരു ട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാഡി പോലെ ഒരു കണക്ഷൻ മലദ്വാരത്തിലേക്ക് പോവും. ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരു അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കോംപ്ലിക്കേറ്റഡ് ആണ്. കൃത്യമായിട്ട്, കാരണം അതിന് പല ടൈപ്പ് ഉണ്ട്. ഇപ്പം ലോ ഏനൽ ഫിസ്റ്റുലാസ് ഉണ്ട്, ഹൈ ഏനൽ ഫിസ്റ്റുല ഉണ്ട്, ട്രാൻസ്ഫെൻട്രിക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ലോ ഏനലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ശരസൂത്രം എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കുണ്ട് ആയുർവേദത്തിൽ. അതിലൂടെ നമുക്ക് തീർച്ചയായും വേദന എന്ന് പറയുമ്പോൾ ഇതെല്ലാം ലോക്കൽ അനസ്തേഷ്യയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനൊരു സ്പൈനലോ, അതുകൊണ്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൽ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു സർജറിക്ക് ശേഷം വീണ്ടും അത് വരാനുള്ള സാഹചര്യം? തീർച്ചയായിട്ടും ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. നമ്മളുടെ ആഹാരവും വിഹാരവും വീണ്ടും അതുപോലെ ആയാൽ വന്നുകൂടായികയില്ല. അത് വേറൊരു ശാസ്ത്രത്തിനും അത് 100% വരില്ല എന്ന് പറയാൻ പറ്റില്ല. വന്നത് നമുക്ക് മാറ്റാം. പിന്നെ പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യുക, അവരോട് ഫ്യൂച്ചർ അവരെങ്ങനെ ജീവിക്കണം, സ്റ്റൈൽ. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റാണ്. ഇത് ചികിത്സിക്കുന്നതല്ല പ്രധാനം, ഇതിനെ വരാതിരിക്കാനുള്ള കൗൺസിലിംഗ് അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്ന പേഷ്യൻസിനോട്. ഇനി അതല്ല, ഇനീഷ്യൽ സ്റ്റേജ് ആണ്, നമുക്കിതൊന്നും സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ മരുന്നിൽ തന്നെ ഇതാവാം. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഹെമറോയിഡ്സ് എടുക്കാം, പൈൽസ്, അത് 4 ടൈപ്പാണ്. ഇൻറ്റേർണൽ ഹെമറോയിഡ്, ഇപ്പോൾ പൈൽസിനെ സംബന്ധിച്ച് പുറമേ ഉള്ള പൈൽസ് ഉണ്ട്, അകത്തുള്ള പൈൽസ് ഉണ്ട്.
അകത്ത് പുറമേ ഉള്ളത് നമുക്ക് പേഷ്യൻ്റ് തന്നെ വന്ന് പറയും എനിക്ക് മൂലക്കുരു ഉണ്ട്, എനിക്കവിടെ തൊടുമ്പോൾ എന്തോ ഉണ്ട്, എനിക്കത് വേദനയുണ്ട് ചിലപ്പോൾ എന്നൊക്കെ പറയും. പക്ഷേ ഇൻറ്റേർണലി ഉള്ള പലപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പെറക്റ്റൽ എക്സാമിനേഷൻ കൂടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പെറക്റ്റൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻ്റ് വന്ന് പറയും എനിക്ക് മോഷൻ പോകുമ്പോൾ തള്ളി വരും, പക്ഷേ പോർഷൻ പോയി കഴിയുമ്പോൾ അതങ്ങ് തന്നെ പൊയ്ക്കോളും. പാരമ്പര്യമുണ്ടോ ഡോക്ടർ? തീർച്ചയായിട്ടും പാരമ്പര്യം ഉള്ള ആൾക്കാർ വരണമെന്നില്ല, വരാൻ ചാൻസ് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളവർ സൂക്ഷിക്കണം. കാരണം അവരുടെ ഒരു ജനറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഹാരവും ഇതൊക്കെ, ഇപ്പോൾ അച്ഛന് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മകൾക്കോ മകനോ വന്നുകൂടായികയില്ല. അവർക്ക് വയറിൽ പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ സ്ഥിരം ഉണ്ടാവാം. ശോധന ചെയ്യുക,